ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയത് മീഷോയിൽ നിന്നാണ്. 492 രൂപയാണ് ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 492 രൂപയ്ക്ക് നമുക്ക് ഇതുപോലൊരു ബെഡ്ഷീറ്റൊന്നും കിട്ടൂല. അത് നമ്മൾ ഷോപ്പിലായാലും ഓൺലൈനിലായാലും തന്നെ 492 രൂപയ്ക്ക് ഒരു സൈറ്റൊന്നും കിട്ടൂല. മീഷോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ബെഡ്ഷീറ്റുകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കാം. ഇതുപോലെ ഒരുപാട് കളേഴ്സും ഒരുപാട് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ബെഡ്ഷീറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലൊരു പാക്കിംഗ് ആണ് കേട്ടോ ഇത് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കിംഗ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇതുപോലെ 2 ചെറിയ പില്ലോസ് കൂടി ഇതിൻ്റെ അപ്പുറം കിട്ടുന്നുണ്ട്. ഈ ഒരു പില്ലോസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പില്ലോ തന്നെയാണ് കേട്ടോ. ഒരു സ്ട്രൈപ്പോട് കൂടിയിട്ടുള്ളൊരു പില്ലോ ആണ് ഈ രണ്ടും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവർ കൂടി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതും ഒരു സ്ട്രൈപ്പോട് കൂടിയിട്ടുള്ള ഒരു പില്ലോ കവർ തന്നെയാണ്. ഈ ഒരു പില്ലോ കവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിബ്ബാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ തലേണ ഇടുവാണെങ്കിൽ അത് നല്ല കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും. പുറത്തേക്കൊന്നായിട്ട് പോകുമൊന്നുമില്ല കേട്ടോ. ഇതാണ് ഈ ഒരു പില്ലോ കവറിൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും. പിന്നെയെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ കൂടെ വരുന്നത് ബെഡ്ഷീറ്റാണ്. നല്ല കട്ടിയൊക്കെ ഉള്ളൊരു തുണി തന്നെയാണ് കേട്ടോ. ഇത് മിക്സ്ഡ് കോട്ടൺ ആണ്, ഫുള്ള് കോട്ടൺ ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത് അലക്കുന്ന സമയത്ത് പെട്ടെന്ന് ചുരുങ്ങിപ്പോകാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് കിങ് സൈസ് ബെഡിൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതിന് കറക്റ്റാണ്. നിങ്ങളുടെ ബെഡിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ഡബിൾ ക്യൂന് കിങ് സൈസ് ഇങ്ങനെ ഓരോ സൈസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ബെഡിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു ബെഡ്ഷീറ്റിന് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പെട്ടെന്ന് പിന്നിപ്പോകുന്ന സൈസൊന്നും അല്ല. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റ് ബെഡിൽ വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പില്ലോ കവറൊക്കെ ഒന്ന് റെഡിയാക്കി പില്ലോസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു സിബ്ബ് വരുന്നുണ്ട്. ഈ സിബ്ബ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പില്ലോസ് ഇതിൽ വെക്കുമ്പോൾ ഇത് നല്ല കംഫർട്ടായിട്ട് ഇരുന്നോളും. നമ്മൾ പുറത്ത് പോയിട്ട് 2 ബെഡ്ഷീറ്റ് വാങ്ങുന്ന പ്രൈസിന് നമുക്ക് ഇതുപോലെ 4 ബെഡ്ഷീറ്റ് നമുക്ക് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങാൻ പറ്റും. 500 സംതിങ്ങിൻ്റെ ഇതിലുള്ള ബെഡ്ഷീറ്റുകളാണ് അധികവും മീഷോയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലോട്ടും ഉണ്ട്. അത് ഓരോരുത്തർക്ക് റേറ്റിനനുസരിച്ച് വാങ്ങാവുന്നതാണ്. എന്നാലും ഇതും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ 2 വലിയ പില്ലോസും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെറിയ പില്ലോസും വെച്ച് കൊടുക്കാം. ഈ ഒരു ചെറിയ പില്ലോസിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് സ്പോഞ്ചാണ് കേട്ടോ. അത് ജസ്റ്റ് ഒരു വൈറ്റ് കവർ പോലത്തെ ഒരു സംഭവം കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പില്ലോൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സ്പോഞ്ചും കാര്യങ്ങളൊന്നും പുറത്തേക്കായി പോകുമൊന്നുമില്ല. കുട്ടികളൊക്കെ എടുത്ത് കളിക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് പോയിട്ട് നാശമായി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. 500 താഴെ വരുന്ന ഒരു ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. 2 ചെറിയ പില്ലോസും 2 വലിയ പില്ലോ കവറോടും കൂടിയ ഒരു ബെഡ്ഷീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതുപോലെ സിബ്ബോട് കൂടിയിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുമ്പോൾ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു തുണി തന്നെയാണ് കേട്ടോ. ആർക്കും ഒരു ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവില്ല. മിക്സഡ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു തുണി പെട്ടെന്ന് ചുരുങ്ങി പോകുമെന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. പിന്നെ നിങ്ങൾ ബെഡിൻ്റെ സൈസിനനുസരിച്ച് ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം ഡബിൾ സൈസ്, സിംഗിൾ സൈസ്, കിങ് സൈസ്, ക്യൂൻ സൈസ് ഇങ്ങനെ ഓരോ മോഡൽ ബെഡിനും ഓരോ സൈസായിരിക്കും. അപ്പം അതിനനുസരിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റിവ്യൂ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും
ഐ ബട്ടണിലും കൊടുക്കാം. ഇതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലോങ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാമെന്ന്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണിത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഇതിൻ്റെ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തും കൊടുക്കാം. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. 500 റുപ്പീസിന് താഴെയായിട്ട് ഇതുപോലെ ഒരു ബെഡ്ഷീറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള ബെഡ്ഷീറ്റ് നല്ല യൂസ്ഫുള്ളാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.